അബ്ബാസിന്റെ പേരിലും ഖുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ചാൽ സമ്പാദിച്ചതിനും അതിന് മുമ്പും ശേഷവും ഒക്കെ ഞങ്ങളന്ന് പറഞ്ഞെന്താണ്? ഈ ആയത്തിൽ പറഞ്ഞ പ്രയോഗം ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ നിങ്ങൾ നരകത്തിലാണ്, ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷമല്ല പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അല്ല ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം? അല്ല ഉദ്ദേശിച്ച ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു. ഒന്ന്, പണ്ഡിതന്മാര് പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ. അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തെ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അല്ല, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ഇല്ലാ മൻ ഷാ അല്ലാഹ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം. ഇബ്നു അബ്ബാസ് പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നത് ഇബ്നു അബ്ബാസ് പറഞ്ഞെന്താ? ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പോൾ ഇസ്തിംദാദ് നടത്തി പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ ശാശ്വതരാണ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരണയ്ക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ? ശിർക്ക് ചെയ്ത നരകത്തിൽ തന്നെയല്ലേ, ഒരു ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ല, ഇദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തിരിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമായി തെളിയിക്കുന്ന വാചക പറഞ്ഞത്. അത് അണ്ടർലൈൻ ചെയ്യണം, ഒരല്പം കൂടി മുന്നോട്ടിട്ട് ഒന്നുകൂടി കേൾപ്പിക്കണം. എന്താന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് നാളെ ആഖിറത്തിൽ ചെല്ലുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുകയാണ് എല്ലാവരും. അപ്പൊ അള്ളാഹു എല്ലാരും പിടിച്ചിരുത്തുകയാണ്. ഇവരാരാ? ഈ പിടിച്ചിരുത്തിയ ആൾക്കാരൊക്കെ പിശാചുക്കളോട്, ശൈത്വാന്മാരോട് സഹായം തേടിയ ആൾക്കാരെ, ശൈത്വാന്മാരോട് സഹായം തേടിയ ആൾക്കാർ. എന്നിട്ട് അള്ളാഹ് ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങോട്ട് മാറും, കാലാകാലം നരകത്തിൽ ഈമാനുള്ള ആൾക്കാര് അല്ലെ, തൗഹീദുള്ള ആള് ശൈത്താനോട് സഹായം തേടുമായിരുന്നു. അതാണ് പ്രശ്നം. ആര്? ഈ തൗഹീദുള്ള ആള് ശൈത്താനോട് സഹായം തേടുമായിരുന്നു. അപ്പൊ ഈ ശൈത്താനോട് സഹായം തേടിയ മുഅ്മിനെ നീ ഇങ്ങോട്ട് പറയ്ക്ക്. എന്നിട്ട് മറ്റാളോട് പറയാ, ശൈത്താനോട് സഹായം തേടിയ കാഫിറെ നീ കാലാകാലം നരകത്തില്. ശൈത്താനോട് സഹായം തേടിയ മുഅ്മിനെ, അഹ്ലു തൗഹീദേ, നിനക്ക് കുറച്ചു കാലം നരകത്തില്, പിന്നെ സ്വർഗത്തിലേക്ക് വിട്ടേക്കാം. ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ?